സർവദാ ഭജിക്കേണ്ടത് താരാദി പഞ്ചകം എന്ന പ്രസിദ്ധമായ പരമതേജസ്സായ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിനെ ധ്യാനിക്കുമ്പോൾ സ്വാഹ ഹൃദയത്തില്, സോഹം ശിരസില്, ഹംസാത്മാ ശിഖയില്, സ്വയം മായ വർമ്മത്തില്, കവചത്തില്, താരം പ്രണവം, ഇങ്ങനെയുള്ള ദർശനം. അതായത് പഞ്ചാംഗങ്ങളോട് കൂടിയ ഒരസ്ത്രം, പഞ്ചാംഗ അസ്ത്രം. ഈ അംഗങ്ങള് ഹരിഹരവർണ്ണങ്ങൾ തന്നെയാണ്. ഹ്രീം ഹ്രം എന്നുള്ള രണ്ട് ഹരി ഹ്രീം, അത് ഭുവനേശ്വരി മന്ത്രവുമാണ്. ഹ്രം എന്ന് പറഞ്ഞാൽ ഹരനാണ്. ഹരിഹര മന്ത്രമാണ് വാസ്തവത്തില്. ഇതില് ശിവശക്തി ദേവിയൊന്നും വ്യത്യാസമില്ല. ഈ മന്ത്രത്തിൽ എല്ലാവരും അദ്വൈതത്തിലോ ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. ജായാഗ്നേർ ഹൃദയ മധോ ശിരശ്ച സോഹം ഹംസാത്മാത്വഥ ച ശിഖ സ്വമായശ്ച വർമ്മ താരാഖ്യം സമുദിതമീക്ഷണം തഥാസ്ത്രം പ്രോക്തം സ്യാങ്കരിഹരവർണ്ണ അംഗമേവ ഹ്രീം ഹ്രം ഇതി കേചിത്. താരാദി പഞ്ചമനുഭി പരിചീയമാനം മാനൈരഗമ്യമനിശ ജഗദേകമൂലം സച്ചിത് സമസ്തഗമനസ്വരമച്യുതം തത് തേജ പരം ഭജന സാന്ദ്രസുധാംശുരാശിം, സുധാംബുരാശിം എന്ന് പാഠഭേദമുണ്ട്. അതായത് അളവുകളെ കൊണ്ട്, മാനങ്ങളെ കൊണ്ട് പ്രാപിക്കാനാവാത്ത, അളക്കാനാവാത്ത ജഗതേകമൂലമായ ആ ബ്രഹ്മ തേജസ്സിനെയാണ് ഇവിടെ ഭജിക്കുന്നത്. സച്ചിദാത്മകമാണത്. സമസ്തവും ഏതൊന്നിലേക്ക് ഗമനം ചെയ്യുന്നുവോ അവിടെ ഗമനസ്വരം അച്യുതം. ഗമനം, ഗമകസ്വരങ്ങളെ കൊണ്ടുപോലും പ്രാപിക്കാൻ കഴിയാത്ത, എല്ലാം എന്തിലേക്ക് ഗമനം ചെയ്യുന്നുവോ ആ അച്യുതമായ, ഒരിക്കലും നശിക്കാത്ത ആ സ്വരമാണ് ആ ബ്രഹ്മം. സാന്ദ്രസുധാംബുരാശി, അമൃതസാഗരമാണത്. അത് തത് എന്ന് നമ്മൾ വിളിക്കുന്ന ആ പരമ തേജസ്സാണത്. അത് നമ്മിൽ തന്നെ ഇരിക്കുന്നതായി ധ്യാനിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ പറയുന്നത്. ഈ തേജസ്സിൽ പുല്ലിംഗത്വ ദോഷമില്ല, സ്ത്രീലിംഗത്വ ദോഷവുമില്ല. സ്ത്രീ പുല്ലിംഗങ്ങളെല്ലാം അവിടെ അദ്വൈതമാണ്. സാന്ദ്രസുധാംബുരാശി, അങ്കുലി, പല്ലവം മുതലായവയെ നസിക്കുമ്പോൾ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദമില്ല. ആനന്ദമയത്വം മാത്രമാണ് അവിടെ ധ്വനിപ്പിക്കുന്നത്. അച്യുതം, ച്യുതിയില്ലാത്ത, നാശമില്ലാത്ത അവികാരി അവസ്ഥയാണ്. സമസ്തത്തിലും വ്യാപകമാകയാൽ അതിനെ നശിപ്പിക്കാനാവില്ല. ചിത്ത് സ്വപ്രകാശ ജ്ഞാനസ്വരൂപമാണ്. സത്ത് സത്താത്മകമാണ്. ഈ കാണുന്ന സർവം സത്തും ചിത്തും ആനന്ദമയവുമാണ്. ജഗതേകമൂലമായ കാരണപരബ്രഹ്മത്തിന്റെ പരിണാമരൂപമാണ് ജഗത്ത്. എന്നാൽ ജഗത്താൽ ആ ബ്രഹ്മത്തെ അളക്കാൻ സാധിക്കില്ല, പക്ഷെ അനുഭവിക്കാൻ സാധിക്കും. വാക്കുകൾ നിവർത്തിക്കുന്ന അനിർവചനീയ പദം എന്ന് നമ്മൾ അതിനെ പറയുന്നു. അനുഭവവേദ്യമാണ്, പക്ഷെ വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല. പഞ്ചാവയവമുള്ള താരത്തിന്റെ വികൃതിയാൽ, താരാവയവങ്ങളുള്ള ദേവിയുടെ അവയവങ്ങൾ അവയവരഹിതമായ ബ്രഹ്മവുമായി അഭേദമായിരിക്കുന്നു. അഭേദാനന്ദമാണ് അനുഭവത്തിന്റെ ഫലമായിട്ട് അവസാനിക്കുന്നത്. അജപമായ ആത്മനിൽ ജീവപരമാത്മൈകത താതാത്മ്യാനുഭവത്താൽ പഞ്ചദ്യുഠ, ദുഃഖ എന്ന് പറഞ്ഞാൽ സ്വാഹയാണ്, അഥവാ പഞ്ചാഗ്നി അവയവങ്ങളിലും സർവത്ര പരമാത്മശക്തിബോധം അനുഭവിക്കുന്നു. സംഹിതകളിൽ പ്രണവം, ചിത്കല, മായ, വ്യാപ്തിസ്വരൂപിണി, ഹംസപദമായ ദേവേശി, സാക്ഷാത് ആത്മസ്വരൂപിണി, ബിന്ദുത്രിതയത്താൽ സൃഷ്ടിസ്ഥിതി ലയാത്മിക ബിന്ദുവിൽ നിന്ന് വാമ എന്ന ബ്രഹ്മരൂപിണി ജനിക്കുന്നു. അവളാണ് ആദ്യ. രണ്ടാമത് ജനിക്കുന്നവൾ ജഗത്രയം പാലിക്കുന്നവളാണ്. ജ്യേഷ്ഠ വൈഷ്ണവിയുമായ ഇവരാണ് ഇങ്ങനെ ബിന്ദുവിൽ നിന്ന് ജനിച്ച രണ്ടുപേർ. സത്വരജസ്സുകളാണവർ. ഒടുവിൽ ബിന്ദുവാൽ സർവവും തമസ്സുകൊണ്ട് മൂടപ്പെടുന്നു. അപ്പോൾ രൗദ്രി ജനിക്കുന്നു. ബിന്ദുത്രയത്തിൽ നിന്ന് ജനിക്കുന്ന അംബികാരൂപം ഇപ്രകാരമാണ്. ആത്മാവിൽ ഹംസനാമത്തോടെ ദർശിക്കുന്നത് സംഹൃതി ദർപ്പണാകാരത്തിൽ ജ്യോതിർമയിയായി ഭവിക്കുന്നു. വർണ്ണങ്ങളാൽ സ്വാഹയാൽ പരംജ്യോതിസായി അറിയുന്നു. ഇപ്രകാരം വിചാരിച്ചറിഞ്ഞ വ്യക്തി സാക്ഷാത് ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു. ഇനി പ്രപഞ്ചയാഗമൂർത്തിയുടെ തന്ത്രാന്തരോക്തമായ പൂജയാണ് പറയുന്നത്. മാതൃകാമന്ത്രപീഠത്തിൽ ലിപി പങ്കജത്തിൽ പ്രപഞ്ചയാഗമൂർത്തിയെ ആവാഹിച്ച് പൂജിക്കുമ്പോൾ ആദ്യം സ്വരങ്ങളെ കൊണ്ട്, രണ്ടാമത്
രൂപങ്ങളെ കൊണ്ട്, മൂന്നാമത് അഷ്ടശക്തികളെ കൊണ്ട്, നാലാമത് മാതൃകകളെ കൊണ്ട്. ഈ മാതൃകകളെ അസിതാങ്കൻ മുതലായ ഭൈരവന്മാരുടെ അർദ്ധാംഗിനിമാരായിട്ടും ഇന്ദ്രാദി ലോകപാലകരുടെ നാഥമാരായിട്ടും അവരുടെ അതാത് ആളുകളുടെ ആയുധാദികളോടുകൂടിയും വേണം നസിക്കാൻ.